തെരഞ്ഞെടുപ്പ് ഗോതയിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി എവിടെ? ഇന്റർനെറ്റിന്റെ സെർച്ചിൽ ട്രെൻഡിംഗ് ആണ് ഇപ്പോൾ. അല്ല, രാഹുൽ ഗാന്ധി ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? Will he give up? Rahul Gandhi, the man on whom vast quantities of party resources were poured during the campaign, is out of the country. Imagine that. അപ്പൊ ബീഹാറിൽ നമ്മൾ നല്ല അന്തസ്സായിട്ട് തോറ്റു. മോദിയും നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും നല്ല അന്തസ്സായിട്ട് ജയിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്, രാഹുൽ ഗാന്ധി ബീഹാർ ഇലക്ഷൻ സമയത്ത് എവിടെയായിരുന്നു? വോട്ട് എണ്ണിയ ഇന്നലെ അദ്ദേഹം എവിടെയാണ്? ആളുകൾ പറയുന്നത് അദ്ദേഹം ഇന്ത്യയിൽ പോലുമില്ലെന്നാണ്. എവിടെയോ ആണ് അദ്ദേഹം. ഇത്രയും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നാട് വിട്ടു പോകാൻ എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നത്? ഇത് തന്നെയാണ് ഇന്ത്യ മുന്നണി തോറ്റതിന്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം. ഇതൊക്കെ കാണുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കുന്നതൊക്കെ നിർത്തിയിട്ട് വല്ല ഭജനയും പാടി കാലം കഴിച്ചാലോ എന്നുള്ള തോന്നൽ വരുന്നുണ്ട് കേട്ടോ. സിയാപതി രാമചന്ദ്ര കി, രാധാപതി കൃഷ്ണചന്ദ്ര കി, ഗൗരീപതി ചന്ദ്രചൂഡ് കി, പവനസുത ഹനുമാൻ കി. ബീഹാറിൽ എങ്ങനെയാണ് തോറ്റത് എന്ന് പരിശോധിക്കാം. കാരണങ്ങൾ ലിസ്റ്റ് ചെയ്തു തന്നെ പറഞ്ഞു പോകാം. നിങ്ങളുടെ മനസ്സിലുള്ള കാരണങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ടിടണം. അതിനു മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ കാരണം സഖ്യമില്ലാത്ത മഹാസഖ്യം തന്നെയാണ്. ആദിൽ പാലോട് എഴുതുന്നത്, BJPക്ക് ഇത് അർഹിച്ച വിജയം. 20 ദിവസത്തോളം റിപ്പോർട്ടിങ്ങിനായി ബീഹാറിൽ ഉണ്ടായിരുന്നു. മഹാസഖ്യം എന്നത് പേരിൽ മാത്രം. പാറ്റ്നയിൽ മഹാസഖ്യത്തിന്റെ കാര്യപരിപാടികൾ അന്വേഷിച്ചിറങ്ങിയ ആദ്യ ദിവസം തന്നെ തിരിച്ചറിഞ്ഞു സത്യം. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു ഓഫീസ് പോലും ഈ സഖ്യത്തിനുണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഒരു വഴിക്ക്, RJD മറ്റൊരു വഴിക്ക്. ഇത്രയും ദിവസം ഗ്രാമങ്ങളും നഗരങ്ങളും ചുറ്റിക്കറങ്ങിയിട്ട് കൈപ്പത്തി ചിഹ്നവും കോൺഗ്രസ് പ്രചാരണവും കണ്ടത് 1-2 സ്ഥലങ്ങളിൽ മാത്രം. സീറ്റ് തർക്കത്തിലും സഖ്യത്തിലെ അസ്വാരസ്യങ്ങളിലും ഇടപെടേണ്ട സമയം രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. ജീവൻ മരണ പോരാട്ടമായിട്ടും 11 മണ്ഡലങ്ങളിലും CPIയും കോൺഗ്രസും RJDയും പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചു. പരസ്പരം കുറ്റം പറഞ്ഞു. ഇത് എന്ത് സഖ്യമെന്ന് ആർക്കും തോന്നിപ്പോകും. എന്നാൽ NDAയിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. പാറ്റ്നയിൽ ഇറങ്ങിയാൽ എന്ത് സഹായം വേണമെങ്കിലും BJPയുടെ വിശാലമായ മീഡിയ സെന്റർ സജ്ജമാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. അമിത്ഷായുടെ മേൽനോട്ടം. സീറ്റ് വിഭജനത്തിൽ നിതീഷ് കുമാർ അതൃപ്തി പ്രകടമാക്കിയതിന്റെ അടുത്ത ദിവസമാണ് നിതീഷ് അമിത്ഷാ കൂടിക്കാഴ്ച നടന്നത്. എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു NDAയുടെ പ്രചാരണം. അനാരോഗ്യം മൂലം വളരെ കുറച്ച് പൊതുയോഗങ്ങളിൽ മാത്രമാണ് നിതീഷ് കുമാർ പങ്കെടുത്തത്. ആ കുറവ് കൂടി നികത്തിയത് BJPയാണ്. മോദി പതിവിലും കൂടുതൽ ശ്രദ്ധിച്ചു. സഖ്യകക്ഷികളെന്നോ സ്വന്തമെന്നോ നോക്കാതെ BJP ആദ്യന്തം ബീഹാർ മുഴുവൻ പണിയെടുത്തു. ഫലം കണ്ടു. BJPക്ക് ഇത് ജീവൻ മരണ പോരാട്ടമായിരുന്നു. മഹാസഖ്യത്തിന് അങ്ങനെ ആയിരുന്നില്ല. തേജസ്വി യാദവ് മാന്യനാണ്, മുഖ്യമന്ത്രിയാകേണ്ട നേതാവാണ്. കോൺഗ്രസിനെ ഒഴിവാക്കി പാർട്ടി അടിത്തറ ശക്തിപ്പെടുത്തിയാൽ RJDക്ക് നിഷ്പ്രയാസം കയറി വരാം. ഇതാണ് അദ്ദേഹത്തിന്റെ FB പോസ്റ്റ്. വളരെ യാഥാർത്ഥ്യബോധമുള്ള ഒരു FB പോസ്റ്റാണ്. ഇത് സത്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് തന്നെയാണ് സത്യം. രണ്ടാമത്തെ കാരണം ഒവൈസിയാണ്. അതിനും ആദിൽ പാലോട് തന്നെ എഴുതുന്ന ഒരു നല്ല കുറിപ്പുണ്ട്. ബീഹാറിൽ അസദുദ്ദീൻ ഒവൈസിക്ക് 5 സീറ്റ്, കോൺഗ്രസിന് 6 സീറ്റ്. ആരാണ് ശരിക്കും സ്പോയിലർ? 6 സീറ്റ് തന്നാൽ ബാക്കി എല്ലായിടത്തും പിന്തുണയ്ക്കാമെന്ന് ലാലു പ്രസാദിനും കോൺഗ്രസിനും ഒവൈസി കത്ത് കൊടുത്തിരുന്നത്രേ. ഒവൈസി ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകണമെന്നായിരുന്നു തേജസ്വി യാദവിന്റെ മറുപടി. ഇനിയിപ്പോൾ കോൺഗ്രസ് എവിടേക്കാണ് തിരിച്ചു പോകേണ്ടതെന്നാണ് ആദിലിന്റെ കുറിപ്പ്. നിങ്ങൾ കണ്ടോ? ഇത് വളരെ സത്യമാണ്. ഒവൈസി കോൺഗ്രസും RJDയും തോറ്റതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഒവൈസി തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും മഹാഗഡ്ബന്ധൻ ഒവൈസിയെ ഒപ്പം കൂട്ടാതിരുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒന്ന് ഒപ്പം കൂട്ടാതെ അങ്ങ് തോറ്റമ്പി പോയേക്കാം എന്ന് തീരുമാനിച്ചത്? ഒവൈസി ആഗ്രഹിച്ച 6 സീറ്റ് NDA ഒവൈസിക്ക് കൊടുത്തു. ബാക്കിയിടത്ത് മുഴുവൻ ഒവൈസി അവരെ തിരിച്ചു സഹായിച്ചിട്ടുണ്ടാകും. അങ്ങനെ മഹാഗഡ്ബന്ധൻ തോൽക്കാൻ ഒവൈസി ഒരു വലിയ കാരണമായി. ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിച്ചു പോയി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം തന്നെയാണ്. വോട്ട് ചോരി വാർത്താ സമ്മേളനം നടത്തിയാൽ അത് വോട്ടായി മാറുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കേണ്ടേ? അദ്ദേഹം വിദേശയാത്രയിലാണ് ഇപ്പോഴും. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തത് കണ്ടു. തിരഞ്ഞെടുപ്പ് ഫലം ഞെട്ടിക്കുന്നതാണത്രേ. ആരെ ഞെട്ടിക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം? നമ്മളെ ഞെട്ടിച്ചോ? എന്ത് ഞെട്ടിക്കുന്നതാണ്? ഞാൻ ഞെട്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധി പരമ്പരയായി വോട്ട് ചോരി വീഡിയോ ചെയ്യുന്ന സമയമായിരുന്നു അതല്ലേ? നമ്മൾ പലതും ട്രാൻസ്ലേറ്റ് ചെയ്തു.
അപ്പൊ രാഹുൽ ഗാന്ധിക്ക് അറിയില്ലേ ബീഹാറിൽ അട്ടിമറി നടക്കുന്നുണ്ട്, വോട്ട് ചോരി നടക്കുമെന്ന്? SIR നടപ്പാക്കിയ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേതെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ലേ? വോട്ട് അട്ടിമറിക്കപ്പെടുമെന്ന് രാഹുലിന് അറിയാമായിരുന്നില്ലേ? എന്നിട്ട് രാഹുൽ അത് തടയാൻ വേണ്ടി എന്തു ചെയ്തു? വിശ്വാസമില്ലാത്ത തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് ഒരു പ്രഹസനം പോലെ പ്രതിപക്ഷം എന്തിനാ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് ഇത്രയും ഞെട്ടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്ന് നടത്തേണ്ട തിരഞ്ഞെടുപ്പായിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു പ്രഹസനം പോലെ, എനിക്ക് തൊണ്ടഹാർന്നു, വാർത്താ സമ്മേളനം മാത്രം നടത്തിയിട്ട് പേരിന് 1-2 റാലിയും നടത്തിയിട്ട് വിദേശത്ത് പോയത് എന്തിനാ? ഈ സമയത്ത് തന്നെ വിദേശത്ത് പോകേണ്ട എന്ത് അത്യാവശ്യമാണ്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നത് അതേ രാഹുൽ ഗാന്ധി അല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അതേ ഉത്തരം പറയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ഉത്തരം അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ടിട്ടോ. എനിക്കും അറിയാലോ, എനിക്ക് രാഹുലിന്റെ ഈ ആത്മാർത്ഥത ഇല്ലായ്മയിലും സ്ഥിരത ഇല്ലായ്മയിലും ഒക്കെ നല്ല നിരാശ തോന്നി തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബർമാരെ പോലെ വോട്ട് ചോരിയുടെ കിഡിലൻ വീഡിയോകൾ ഇറക്കിയിട്ട് യാതൊരു കാര്യമില്ല. അതൊന്നും ഇന്ത്യയിൽ വോട്ടായി മാറില്ല. BJP വോട്ട് ചോരി നടത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യേണ്ട ആളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഒളിച്ചോടി പോകേണ്ട ആളല്ല. 4ാമത്തെ കാരണം എന്താണ്? വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞൊക്കെ പഴയ കഥയാണ്. ശരിക്കും പുതിയ കഥ എന്ന് പറയുന്നത് എന്താണ്? പണം നൽകി വോട്ട് വാങ്ങുന്നതാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബീഹാറിൽ 1 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് മഹിളാ റോസ്ഗാർ പദ്ധതി പ്രകാരം 10,000 രൂപ എത്തുകയാണ്. വോട്ട് ചെയ്യാനുള്ള പ്രചോദനം, കൈക്കൂലി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഒരു പണം. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യം ചെയ്തില്ല. ഇത് ചെറിയ വോട്ടല്ല. ഇന്ത്യ സഖ്യം ഇതിനെതിരെ എന്തെങ്കിലും കാര്യമായി ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. 5ാമത്തെ കാരണം പ്രശാന്ത് കിഷോർ. ഈ തിരഞ്ഞെടുപ്പിൽ നിർണായക ശക്തി എന്ന രീതിയിൽ വലിയ ചർച്ചകൾ നടന്നു. എന്നാൽ അതിനിടയിലൂടെ ഈ തിരഞ്ഞെടുപ്പിലെ നിർണായക ശക്തി ആയത് ആരായിരുന്നു ശരിക്ക്? രാംവിലാസ് പാസ്വാന്റെ പാർട്ടി ലോക് ജനശക്തി പാർട്ടിയും മകൻ ചിരാഗ് പാസ്വാനുമായിരുന്നു. അവരെ മഹാസഖ്യം കണ്ടതേയില്ല. ഇത്തവണ NDAക്കൊപ്പമായിരുന്നു അവർ. 19 സീറ്റാണ് അവർ വാരിക്കൂട്ടിയത്. 6ാമത്തെ കാരണം ഫ്രീ ബി പൊളിറ്റിക്സും വാരിക്കോരി തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ സഹായ സഹകരണങ്ങളൊക്കെയാണ്. ഒന്നാമത്തത് നമ്മൾ ആദ്യം പറഞ്ഞു, സ്ത്രീകളുടെ അക്കൗണ്ടിൽ വന്ന 10,000 മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന, വളരെ വലിയൊരു തട്ടിപ്പ് തന്നെയായിരുന്നു അത്. 2 ഇവിടെയൊക്കെ സൂപ്പർ ഫുഡായി മാറിയ മഖാന, ഈ താമരവിത്തില്ലേ, അതിന് ബഡ്ജറ്റിൽ വലിയ ഇളവുകൾ ഇത്തവണ പ്രഖ്യാപിച്ചിരുന്നു. ബീഹാറിലെ താമര പാടങ്ങളിലേക്ക് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒഴുകിയത് കോടികളാണ്. അത് വോട്ടായി മാറി. ഇതിനു പുറമെ പെൻഷൻ വർധന, 125 യൂണിറ്റ് വരെയുള്ള വൈദ്യുതി സൗജന്യം, വികസന നായകനായ സുശാസൻ ബാബു എന്ന നിതീഷ് കുമാറിനെ ജനങ്ങൾ പിന്തുണച്ചു. ജംഗിൾ രാജ് വീണ്ടും വരുമെന്ന മോദിയുടെ നിരന്തരമായ ഭീഷണി പ്രസംഗങ്ങൾ RJDയിൽ നിന്നും ജനങ്ങളെ അകറ്റി. അതിനെതിരെ മഹാസഖ്യം ഒന്നും ചെയ്തുമില്ല ഭീതി മാറ്റാൻ. 7ാമത്തെ കാരണം SIR തന്നെയാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വഴി നിലവിലെ എത്രയോ വോട്ടുകൾ ഇല്ലാതായി, പുതിയവ ചേർക്കപ്പെട്ടു. നഷ്ടപ്പെട്ടത് മഹാസഖ്യത്തിന്റെ വോട്ടുകൾ തന്നെയാണ്, കൂട്ടിച്ചേർക്കപ്പെട്ടത് സ്വാഭാവികമായും NDAയുടെ വോട്ടുകൾ. അത് ഈ തെരഞ്ഞെടുപ്പിന് നല്ല രീതിയിൽ NDAയെ സഹായിച്ചു. യോഗേന്ദ്ര യാദവിന്റെ ഒരു ഇലക്ഷൻ വിലയിരുത്തൽ വന്നിട്ടുണ്ട്. അത് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് 3 പോയിന്റാണ് യോഗേന്ദ്ര പറയുന്നത്. 1, ബീഹാറിലെ ഇന്ത്യ സഖ്യത്തെക്കാൾ വലിയ സഖ്യമാണ് NDA. സഖ്യകക്ഷികളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ വലുതാണ്. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുടെ LJP പിന്തുണ കൂടിയായപ്പോൾ NDAയെ തോൽപ്പിക്കാൻ കടുപ്പമായി. 2, സാമൂഹിക ജാതി സമവാക്യങ്ങളിൽ NDAക്ക് വലിയ വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് നേടാനുള്ള ശേഷിയുണ്ട്. അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നത് മുസ്ലിം യാദവ വിഭാഗങ്ങളിൽ നിന്നുമാണ്. NDAക്ക് സ്വന്തം വോട്ട് ബാങ്കിനൊപ്പം പിന്നോക്കക്കാരുടെ 22% പിന്തുണയുണ്ട്. 3ാമത്തെ കാരണം ബീഹാറിലെ സ്ത്രീകളുടെ വോട്ടുകൾ കൂടുതൽ NDAയിലേക്ക് ഒഴുകി നീങ്ങി. സ്ത്രീകൾക്ക് 10,000 രൂപ വീതം നൽകുന്ന തൊഴിൽ യോജന പദ്ധതി NDAക്ക് വോട്ട് കിട്ടുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. 10,000 രൂപ എന്നത് ബീഹാർ പോലൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചൊരു ചെറിയ തുകയല്ലെന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോഴും എനിക്ക് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കാതെയും പറയാതെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. കാരണം എനിക്ക് വലിയ അസ്വസ്ഥയുണ്ട് അതിൽ. NDTVയുടെ മാനേജിംഗ് എഡിറ്റർ ശിവ് അറൂർ പറയുന്നത് നമുക്കൊന്ന് ചെറുതായിട്ട് കേൾക്കാം. The Congress has just pulled off its worst performance in the history of Bihar, and right off the bat, it must be said that while Congress cadres and workers are left to swallow the humiliation of this defeat, Rahul Gandhi, the man on whom vast quantities of party resources were poured during the campaign, is out of the country. Imagine that. The man who should be consoling his forces, the man who should be bearing the brunt of this humiliation, this ignominy, is on yet another foreign trip, we are told.